എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം. രാജനെ ഒന്ന് വിളിക്കണം. ഇപ്പോ തന്നെ വേണം. സുഭദ്രയ്ക്ക് അസുഖം വളരെ കൂടുതലാ. ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, ഓക്സിജൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നു ഡോക്ടർ. അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യമൊന്നും ആലോചിക്കണ്ട. രാജനെ വിളിക്കണം. ഉടനെ പുറപ്പെട്ട് വരാൻ പറയണം. ഞാൻ അറിയിച്ചാ പോരെ? പോരാ, എനിക്ക് നേരിട്ട് സംസാരിക്കണം. എനിക്കവരോട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഞാൻ വിളിക്കാത്തത് കൊണ്ട് ചിലപ്പോ അവൻ വരാതിരുന്നാലോ? മോനെ കാണാതെ സുഭദ്രയുടെ കണ്ണടഞ്ഞാൽ പിന്നെ അവൻ തിരിച്ചു വരുമ്പോ കാണാൻ ഞാനും ഉണ്ടാവില്ല. വിളിക്ക്. ഈ സമയത്ത് രാജൻ അവിടെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ വല്ല ടൂറിലോ മറ്റോ ആണെങ്കിൽ. അത് വിളിച്ചാലല്ലേ അറിയാൻ പറ്റൂ. എനിക്ക് അവനോട് സംസാരിക്കണം. വിളിക്ക്. എന്താ? എന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ നിങ്ങളോട്? എല്ലാരും കൂടെ എന്താ എന്നെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്തായാലും എന്നോട് പറയണം. എന്തും താങ്ങാനുള്ള മനസ്സുമായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്താ? എന്റെ മോൻ എന്താ പറ്റിയത്? അപകടം വല്ലതും പറ്റിയോ? കൈയൊടിഞ്ഞോ? കാലൊടിഞ്ഞോ? എന്താ പറ്റിയത്? അങ്ങനെ ഒന്നുമില്ല. പിന്നെന്താ? വിളിക്ക്. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും എനിക്ക് അവനോട് സംസാരിക്കണം. വിളിക്ക്. നമ്മൾ വിളിച്ചാ കേൾക്കുന്ന ലോകത്തെങ്ങും രാജനില്ല. അവന്റെ ചിതാഭസ്മവുമായിട്ടാണ് ഞാൻ വന്നത്. ആക്സിഡന്റ് ആയിരുന്നു. ഇവിടുന്ന് വന്ന കഥകളി സംഘക്കാര് നാടിനെ പറ്റിയും വീടിനെ പറ്റിയൊക്കെ പറഞ്ഞത് കേട്ടപ്പോ രാജൻ വല്ലാതെ എക്സൈറ്റഡ് ആയി. വീട്ടിൽ പോണം, അമ്മയും അച്ഛനെയും കാണണം, ഇനിയുള്ള കാലം അവരോടൊത്ത് കഴിയണം. ആ ഇടയ്ക്ക് കൂടെ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, തിരിച്ചു പോരാനുള്ള എന്തെങ്കിലും ഒരു സൂചന അച്ഛന്റെ പക്ഷത്തു നിന്നുണ്ടാവാൻ രാജൻ കാത്തിരിക്കുകയായിരുന്നു. കഥകളിക്കാര് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തയക്കാൻ അച്ഛനും അമ്മയ്ക്കുമുള്ള സമ്മാനങ്ങളും വാങ്ങി എയറോഡ്രോമിലേക്ക് പോവുമായിരുന്നു രാജനും ക്രിസ്റ്റിയും. രാജി സ്കൂളിലായിരുന്നു. ലേറ്റായിരുന്നതുകൊണ്ട് വളരെ വേഗത്തിലായിരുന്നു രാജൻ ഡ്രൈവ് ചെയ്തിരുന്നത്. പിന്നീട് പോലീസുകാർ പറഞ്ഞു, തകർന്ന കാറിൽ നിന്നും ക്രിസ്റ്റിയുടെ ശരീരം വലിച്ചെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2-3 മണിക്കൂറുകൾ കഴിഞ്ഞ് ആശുപത്രിയിൽ വച്ചാണ് രാജൻ ബോധം വീണപ്പോഴും ക്രിസ്റ്റിയുടെ കാര്യം രാജനോട് പറഞ്ഞില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രായമായ അച്ഛനെയും അമ്മയെയും ഒന്നും അറിയിക്കരുതെന്ന് രാജൻ മകളോട് പറഞ്ഞിരുന്നു. പിണങ്ങിയാണെങ്കിലും അകലെ ഒരിടത്ത് മകൻ സുഖമായി കഴിയുന്നു എന്ന സമാധാനത്തോടെ അവർ കണ്ണടച്ചോട്ടെ. അതായിരുന്നു രാജന്റെ അവസാനത്തെ പ്രാർത്ഥന.
എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടി വരാം. ഏതുണ്ട്? രാത്രിയായപ്പോ കുറച്ച് ആശ്വാസമായി. എല്ലാരോടും പോയി കിടന്നോളാൻ പറഞ്ഞു. പോയ കാര്യം എന്തായി? ഓക്കെ, ശരിയായോ? ചെല്ലുമ്പോ മോനെന്നെ കാത്തു നിൽക്കോ? മോനെ കാണുമ്പോ ഞാൻ എന്താ പറയേണ്ടത്? അച്ഛൻ എല്ലാം പുറത്തുനിന്ന് പറയണം. അച്ഛന് മാപ്പ് തരാൻ പറയണം. എന്റെ ഈശ്വര. സുഭദ്രേ, സുഭദ്രേ, പാടില്ല. ഞാൻ കരയാൻ പാടില്ല. ഭാഗ്യവതിയല്ലേ എന്റെ സുഭദ്ര. എന്നേക്കാ മുമ്പേ അവള് പോയി മകന്റെ അടുത്തേക്ക്. അല്ലേ? നിന്റെ അച്ഛന്റെ അടുത്തേക്ക് തന്നെയല്ലേ മുത്തശ്ശി പോയത്?
കരഞ്ഞോ? എന്റെ മോള് കരയണം. ഇനിയെല്ലാം മുത്തശ്ശൻ താങ്ങിക്കോളാം. എല്ലാം